നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽമഴ വരട്ടെ, എന്തായാലും ഈ ചൂടിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. പ്രധാനം മറ്റൊന്ന് ഈ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്. വേനൽമഴ കിട്ടിയാൽ മാത്രമേ അത് മാറൂ എന്നതുകൊണ്ട് വേനൽമഴ വരേണ്ടത് അനിവാര്യമായൊരു ഘട്ടം കൂടി ആയിരിക്കുകയാണ്. KSEB അങ്ങനെയാണ് നമ്മളെ അറിയിക്കുന്നത്. ഇന്നും നാളെയും മഴ ലഭിച്ചാൽ വൈദ്യുതി നിയന്ത്രണം തന്നെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് KSEB കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ 6 മുതൽ 12 മണി വരെയുള്ള നിയന്ത്രണം ഒഴിവാക്കുന്നത് ആലോചിക്കാം എന്നാണ് KSEB ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. സാഹചര്യം വിലയിരുത്തിയതിനു ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റഹീസ്. ഈ പറഞ്ഞതുപോലെ മഴയ്ക്കായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അതിലിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചൂട് അതിനൊരു ശമനമാകും. അതിനേറെ ഉപരി ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്, അതിനും ഒരു ശമനമാകുമല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി, റീജിത്ത്. മഴ ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിൽ പെയ്തു. ഇന്നും കൂടി മഴ പെയ്യുകയാണെങ്കിൽ പവർ കട്ട് എന്ന KSEBയുടെ തീരുമാനം മാറ്റാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇന്ന് ഒരുപക്ഷെ റിവ്യൂ മീറ്റിംഗ് KSEB കൂടാൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. ഈ പറഞ്ഞ 6 മണി മുതൽ 12 മണി വരെ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് എന്നത് ഇന്നലെ പല സ്ഥലത്തും നടപ്പിലായില്ല എന്ന് പറഞ്ഞാൽ മഴ പെയ്തത് കൊണ്ട് അത് നടപ്പിലാക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം കേന്ദ്ര പവർ ഗ്രിഡിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയിൽ ഒരു 200 മെഗാവാട്ട് വൈദ്യുതി ഇന്ന് മുതൽ ലഭിച്ചു തുടങ്ങും എന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. അതും സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഭയങ്കരമായ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും മഴ കുറച്ചൊക്കെ പെയ്താൽ പോലും ചില നിയന്ത്രണങ്ങൾ KSEB ഇന്നലെ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ തുടരണം എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതായത് രാത്രി AC ഇടുമ്പോൾ 26-ലും 24-ലും 24 മുകളിലേക്ക് ഇടുക, 26 വരെ ഇടുക എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഈ 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തല്ലാതെ അതിനു മുമ്പുള്ള ഒരു സമയത്താക്കുക എന്നതടക്കമുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം ഇൻഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ അതും പരമാവധി പകൽ സമയത്താക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ കുറച്ച് ദിവസം കൂടി പോവും. പക്ഷെ മഴ പെയ്താൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുണ്ട് കാര്യം. ഒന്ന്, മഴ പെയ്യുന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. 2, വെള്ളം ലഭിക്കുന്നതോടെ പവർ കട്ട് ഒഴിവാകും എന്ന മറ്റൊരു ആശ്വാസം കൂടിയുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഇന്നും നാളെയും മഴ ലഭിച്ചാൽ വൈദ്യുതി നിയന്ത്രണം തന്നെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് KSEBയുടെ കണക്കുകൂട്ടൽ.